നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPI-യിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോംബിട്ടു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. CPI-ക്ക് ഒരു ബഹുമാനവും നൽകാത്ത CPM-ന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും എത്രയും വേഗം പാർട്ടിയെ മോചിപ്പിക്കണം എന്നാണ് പ്രകാശ് ബാബു ഗ്രൂപ്പിന്റെ ആവശ്യം. എന്നാൽ എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കരുത് എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ചുരുക്കി പറഞ്ഞാൽ പിണറായി CPI-യെ പിളർത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് സാരം. ഇല്ലെങ്കിൽ പിണറായി CPI-യുടെ സഞ്ചയനം കൊണ്ടാടും. CPI-യുടെ മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കെ പ്രകാശ് ബാബു സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ജനങ്ങൾക്കെതിരെയുള്ള ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത തസ്തികയിലേക്ക് മാറ്റണം എന്നാണ് CPI നേതാവിന്റെ നിലപാട്. ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹിയുമായി ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥരെ ആ തസ്തികയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് തെറ്റാണ് എന്ന് പ്രകാശ് ബാബു പറഞ്ഞു. ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് പ്രകാശ് ബാബു ലേഖനം എഴുതിയത്. ബിനോയ് വിശ്വമാണ് ജനയുഗം ചീഫ് എഡിറ്റർ. ബിനോയ് പറഞ്ഞാലും പ്രകാശ് ബാബു എഴുതും. അതാണ് അവസ്ഥ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത്കുമാറിനെതിരായ നടപടി നീണ്ടുപോകരുത് എന്ന് CPI നേതാവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രകാശ് ബാബു പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ലേഖനം എഴുതിയതിന് പിന്നാലെയാണ് പ്രകാശ് ബാബു മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പിണറായിക്കെതിരെ സംസാരിച്ചത്. രണ്ടും കൽപ്പിച്ചാണ് പ്രകാശ് ബാബുവിന്റെ നീക്കങ്ങൾ. CPI UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ബിനോയ് വിശ്വം ഒറ്റയ്ക്കാവും. കാരണം CPI നേതാക്കളെല്ലാം പ്രകാശ് ബാബുവിന് ഒപ്പവുമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ പ്രകാശ് ബാബു ഉറച്ചു നിൽക്കുകയാണ്. നടപടി വൈകുന്നതിനാൽ തന്നെ ഇത്തരം പ്രതികരണം നടത്തിയെന്നും ADGP-ക്കെതിരെ നടപടി വേഗത്തിലാക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. നടപടി വൈകുന്നതിനനുസരിച്ച് LDF-നാണ് മങ്ങലേക്കുന്നത്. RSS നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി എന്ത് സംസാരിച്ചു, എന്തിനു വേണ്ടി സംസാരിച്ചു എന്നത് വ്യക്തമായില്ല എങ്കിൽ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കും. അതിനാലാണ് നടപടി നീളരുത് എന്ന് പറയുന്നത് എന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നും ഇത്തരം വിഷയം രാഷ്ട്രീയ വിഷയമായി കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണമെന്നും കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ ഇത് പറയുവാനുള്ള ബാധ്യത ADGP-ക്ക് ഉണ്ടെന്നും ലേഖനത്തിൽ പ്രകാശ് ബാബു ആവശ്യപ്പെട്ടിരുന്നു. RSS എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ 2 ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയ സംഘർഷങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ ഏവർക്കും താല്പര്യമുണ്ട്. ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചത് എന്ന് പറയുവാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട്. കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. പ്രകാശ് ബാബുവാണ് CPI സംസ്ഥാന സെക്രട്ടറി ആകേണ്ടിയിരുന്നത്. എന്നാൽ പിണറായിയാണ് അദ്ദേഹത്തെ വെട്ടിയത്. കാലത്തിന്റെ ആഗ്രഹം അനുസരിച്ചാണ് ബിനോയെ പിണറായിയുടെ കൂടെ നിർദ്ദേശാനുസരണം സംസ്ഥാന സെക്രട്ടറിയാക്കിയത്. പിണറായിയെയും കാനത്തെയും മൊഴി ചൊല്ലാൻ CPI-യിലെ ഒരു വിഭാഗം നേതാക്കൾ മുമ്പ് തീരുമാനിച്ചതാണ്. മുൻ മന്ത്രി E ചന്ദ്രശേഖരനെ മർദ്ദിച്ച കേസ് BJP-യുമായി ഒത്തുചേർന്ന് CPM ഒരുക്കിയതുള്ള വിരോധമാണ് ഒരു വിഭാഗം നേതാക്കളെ പിണറായിക്കും കാനത്തിനും എതിരാക്കിയത്. എന്നാൽ അന്ന് കാനം പിണറായിയുടെ അടിമയാവുകയും പാവം CPI-ക്കെതിരെ ബലിയാടാവുകയും ചെയ്തു. അജിത്തിനെ പ്രകാശ് ബാബു ലക്ഷ്യമിടുന്നത് പിണറായിയെ ഇല്ലാതാക്കാനാണ്. ആനിരാജയ്ക്കെതിരെ ബിനോയ് വിശ്വം അടുത്ത കാലത്ത് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. UDF ലയന ചർച്ചകളിൽ നിന്നും ബിനോയ് വിശ്വം ക്ലീൻ ഔട്ട് ആകുകയായിരുന്നു. അതായത് രണ്ടാം പിണറായി സർക്കാരിന് ശേഷം വലതുമുന്നണി അധികാരത്തിലെത്തിയാൽ CPI അതിൽ ഘടകകക്ഷി ആയിരിക്കും. ഇത്രയും കാലം ബിനോയ്ക്കൊപ്പം നിന്ന CPI-ക്കാരെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. CPM നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ തുടരുന്നതാണ് ഭൂരിപക്ഷം CPI നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം. ബിനോയുടെ എതിർപക്ഷത്താണ് ദേശീയ നേതൃത്വമുള്ളത്. ബിനോയെ ഇല്ലാതാക്കുവാനുള്ള സംസ്ഥാന നേതാക്കളുടെ നീക്കത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. മുൻ മന്ത്രി E ചന്ദ്രശേഖരനെ BJP-ക്കാർ ആക്രമിച്ച കേസിൽ കൂറുമാറിയ CPM പ്രവർത്തകരാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. CPM പ്രവർത്തകരെ വിമർശിച്ച CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം പിന്തുണച്ചില്ല. താൻ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള നേതാവാണ് എന്നായിരുന്നു കാനത്തിന്റെ പ്രതികരണം. കേസിൽ സംഭവിച്ചതെന്തും പാർട്ടിയും മുന്നണിയും പരിശോധിക്കുമെന്നും കാനം പറഞ്ഞിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. മുമ്പ് KE ഇസ്മായിൽ വിഭാഗമായിരുന്നു പ്രകാശ് ബാബു. സംസ്ഥാന സമ്മേളനത്തിൽ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് CPI-യിൽ ചേരിമാറ്റമുണ്ടായത്. ഔദ്യോഗിക പക്ഷത്തിനെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ നീക്കം നടത്തിയിരുന്ന KE ഇസ്മായിൽ പക്ഷത്ത് വിള്ളൽ വീഴ്ത്തിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു കാനത്തിനൊപ്പം എത്തിയത്. അതേ പ്രകാശ് ബാബുവിനെ പിന്നീട് കാനം വെട്ടിയൊതുക്കി.
പ്രായപരിധി നിർബന്ധമാകുന്നതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കാലത്തിനു വേണ്ടി സംസ്ഥാന കൌൺസിൽ മറുപടി പറഞ്ഞാണ് പ്രകാശ് ബാബുവിന്റെ ചേരിമാറ്റം നടത്തിയത്. മലപ്പുറം, വയനാട് ജില്ലാ സമ്മേളനങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്. സംസ്ഥാന സമ്മേളനത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകളും പ്രവർത്തന റിപ്പോർട്ടും തയ്യാറാക്കാൻ ചേർന്ന സംസ്ഥാന കൌൺസിലാണ് പ്രകാശ് ബാബു കാനം പക്ഷത്തേക്ക് എത്തിയത്. സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ച് കോട്ടയം ജില്ലാ സെക്രട്ടറി VB ബിനോയുവാണ് പ്രായം പരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വിമർശനം സംസ്ഥാന കൌൺസിലിൽ ഉയർത്തിയത്. പ്രായപരിധി കർശനമാക്കുന്നത് കാലത്തിന്റെ താൽപര്യമെന്ന ലക്ഷ്യം വെച്ചായിരുന്നു വിമർശനത്തിന് മറുപടി പറയേണ്ട കാനം രാജേന്ദ്രൻ മൗനം പാലിച്ചു. എന്നാൽ ഇസ്മായിൽ വിഭാഗത്തെ ഞെട്ടിച്ചാണ് കാനത്തെ പിന്തുണച്ച പ്രകാശ് ബാബു കാനത്തിന് വേണ്ടി മറുപടി പറഞ്ഞത്. പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്നും അത് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും പ്രകാശ് ബാബു പറയുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടികൾ പണം കണ്ടെത്താൻ വേണ്ടിയാണ് മുട്ടിൽ മരം മുറി സംഘടിപ്പിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയില്ലാതെ മരം കടത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ടും അറിയാം. കാനം രാജേന്ദ്രൻ ഇല്ലാത്തതിന്റെ കുറവ് അത് നന്നായി തന്നെ പിണറായി വിജയൻ അറിയുന്നുമുണ്ട്. കാനത്തെ നിർണായക ഘട്ടത്തിൽ സഹായിച്ച പ്രകാശ് ബാബുവിനാണ് ഇപ്പോൾ ബിനോയ് വിശ്വം വെല്ലുവിളിയായത്. കാലത്തിന്റെ കാലത്തുള്ളതുപോലെ തന്നെ CPIയിൽ വീണ്ടും അടിമുറുകുകയാണ്. ഒടുവിൽ പിണറായിക്കൊപ്പം ബിനോയ് മാത്രമായി തീരും. ബാക്കിയുള്ളവരെല്ലാം UDFൽ ചേക്കേറും. അങ്ങനെ CPIയിൽ അടിയുണ്ടാക്കുക എന്ന പിണറായി തന്ത്രം വിജയിച്ചിരിക്കുന്നു. CPM നേതാവ് AK ബാലൻ പ്രകാശ് ബാബുവിനെതിരെ രംഗത്ത് വന്നത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമായാണ്.